ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വന്നിക്കാണ്. ഇവിടെ നിൽക്കണ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ നമ്മുടെ ഇന്നത്തെ വ്ളോഗിന്ന്. എന്താ സാപ്പി കുറെ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കാനാണല്ലോ നമ്മൾ അടുക്കളയിൽ വന്ന് നിൽക്കുക. നമ്മള് നോമ്പിന് ഉണ്ടാക്കിയതാണ്, അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ ആരും ഉണ്ടാക്കാത്ത വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സാധനം. ഓ ഉണ്ട് സാപ്പി. അപ്പൊ നമ്മള് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. എന്താണ്? കോൾഡ് കോഫി. അപ്പൊ മഴയൊക്കെ അല്ലേ, അപ്പൊ നമ്മള് അത് ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചിട്ടാ. ഞാനും സാപ്പി ഒരു ലോഡ് മഴ കൊണ്ട് നനഞ്ഞിട്ടാട്ടോ വന്നിക്കണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ട്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. ബാക്കിൽ ഒരു കയറൊക്കെ ഉണ്ട്. അത് കോഫി ഇന്ന് കോഫി റെഡി ആയില്ലെങ്കിൽ സാപ്പി നല്ല തൂങ്ങിച്ചാവും. എങ്ങനെയുണ്ട്? നല്ല തമാശ അല്ലേ? ആമ്പർ വന്നിട്ടുണ്ട് കേട്ടോ, അമ്മയുടെ അടുത്തായിരുന്നു. അപ്പോ ഇതുവരെ ഞാൻ സാപ്പിയും കോൾഡ് കോഫി ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഇത് നമ്മളിപ്പോ പോയി വരുമ്പോ വാങ്ങിച്ച ബ്രഷാണ് കേട്ടോ, അതാണ് കൊടുത്തേക്കണത്. അല്ലാണ്ട് നമ്മള് കഴുകണ ബ്രഷ് അല്ലേ കൊടുത്തേക്കണത്. അപ്പൊ നമുക്ക് നോക്കി വെക്കാം അല്ലേ? അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. ഇതുങ്ങളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, ക്ലാപ്പ് ചെയ്യും. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, യേ. ഓപ്പൺ യുവർ മൗത്ത്. ഇത് കോൾഡ് കോഫി എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയേണ്ടതാണ്. പക്ഷെ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഇന്നൊരു സാധനം ചേർക്കുന്നുണ്ട്, ഐസ്ക്രീം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ആരും അങ്ങനെ ചേർക്കാറില്ല. ഞാൻ ഇന്നലെ കണ്ടൊരു വ്ളോഗില് ഉണ്ടായിരുന്നതാണ്, നീയും കണ്ടില്ലേ? അപ്പൊ നമ്മൾ വിചാരിച്ചു, അതിൽ അവർ പറയേണ്ടത് ഇത് ഐസ്ക്രീം കൂടി ഇട്ടാ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നു. അപ്പൊ നമ്മള് ഒരു ഐസ്ക്രീം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കട്ടപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് മതി. ഞാനും സാപ്പിയും ആയിരിക്കും മിക്കവാറും ഇത് കുടിക്കുക. കാരണം കുട്ടാപ്പും ഉമ്മ അധികം കഴിക്കാൻ ചാൻസ് ഇല്ല, അവർക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് കോഫിയുടെ ആ ഒരു ഇത് സംഭവം അവർക്ക് പറ്റില്ല. അപ്പൊ ഉമ്മാക്ക് എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എന്താ ഒരു ശബ്ദം? അപ്പോ നമുക്ക് എന്തായാലും നോക്കി വെക്കാം. ഒരു പാക്കറ്റ് പാല് മതി അല്ലേ നമുക്ക് രണ്ടാൾക്കും? പിന്നെ ടേസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം, കാരണം വേറൊരു പാക്കറ്റും കൂടി പാലുണ്ട്. ഇവന്റെ പല്ലെവിടെ? ഇതാണ് പല്ല്. പല്ലെവിടെ? പല്ല് അയ്യോ, പല്ലെവിടെ? പല്ല്. ഗൈസ്, സാധാരണ ഗ്ലാസ്സിലാണ് നമ്മള് കോഫി പൗഡർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോ ഞങ്ങളുടെ ആ ഒരു മിക്സിങ്ങിൽ ചിലപ്പോൾ ഗ്ലാസ്സിന് എന്തെങ്കിലും പറ്റും. അപ്പൊ നമ്മളൊരു സ്റ്റീലിന്റെ പാത്രമാണ് എടുത്തേക്കണത്. അതാവുമ്പോ നമുക്ക് നല്ല ശക്തിയിൽ ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും അല്ലേ? എന്റെ ഐഡിയ ആണ്. കേട്ടോ, എത്ര ടീസ്പൂണാണ് ഇടുന്നത് മിസ്റ്റർ? എത്ര ടീസ്പൂണാ കാണുന്നില്ലേ? വലിയ ടീസ്പൂണാണ്. ചെറിയ ടീസ്പൂൺ ആകുമ്പോ 4 ടേബിൾ സ്പൂൺ, വലുതാവുമ്പോ ഇത് മതിയാ. നമുക്ക് മേലെയും കൂടി ഒഴിക്കാൻ വേണം ക്രീം. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. ഇത്ര മതിയാ? ഇനി നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്യട്ടോ. ഞാനത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യണ ആ ഒരു പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. സംഭവം കാണുന്ന പോലെയല്ല, നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഞാൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ, ഇങ്ങനെ മിക്സ് ചെയ്താൽ മതിയല്ലോ എന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയണത്. സാപ്പി കുറേ നേരം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെ മിക്സ് ചെയ്തിട്ട്. പക്ഷേ ആ ഒന്ന് കുറുകി വരികയെന്നല്ലാണ്ട് ഒരു കളറ് മാറണില്ല. ഗൈസ്, അടുത്തത് ഞാനാണ്. സാപ്പിയുടെ കൈ കടന്നു. ഒരു ചെറിയൊരു കുറുക്കൊക്കെ വന്നിട്ടില്ലേ? ഇത്ര നേരം മിക്സ് ചെയ്തിട്ട് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പം ഞാനൊന്ന് തീരുമാനം മാറ്റിയിട്ടാ, നമുക്ക് കുറച്ച് ജാറിലിട്ടിട്ട് അടിച്ചു നോക്കി വെക്കാം, പതഞ്ഞ് വരുമോ നോക്കാലോ പറഞ്ഞിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ അരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അരച്ചിട്ടും യാതൊരു മാറ്റമില്ല. കുറേ നേരം അരച്ചു നോക്കി, യാതൊരു മാറ്റമില്ല, അതേപോലെ തന്നെയാണ്. അപ്പം ഞാനും സാപ്പി ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പാലും കോഫി പൗഡറൊക്കെ ഒരുമിച്ചിട്ട് കോൾഡ് കോഫി ഉണ്ടാക്കണത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് അങ്ങനെ നോക്കി നോക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ടപ്പാൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി നോക്കി നോക്കാം എന്താ അവസ്ഥ എന്ന്. ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കും ഗൈസ്.
ഗൈസ് ചെറുതായിട്ട് നമുക്കൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. നമുക്കത് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ 2 പേർക്കും വയ്യ. കുറച്ച് നേരം നമ്മൾ ആക്കിയിട്ട് അപ്പൊ ഒന്ന് ചെറുതായിട്ട് കുറുകി, പക്ഷെ ആ ഒരു കളർ വരുന്നില്ല. അപ്പം നമ്മളത് മിക്സിയിലിട്ട് കുറേ നേരം മിക്സിയിൽ അരച്ചിട്ടും അതേപോലെ. അപ്പം നമ്മളെന്താ ഒരു വീഡിയോയില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പാലും എല്ലാം ഇട്ടിട്ട് എന്താ മിക്സിയിൽ അരയ്ക്കണത്. അപ്പം നമ്മൾ ഇനി അതുപോലെയാണ് ചെയ്യാൻ പോണില്ല സാപ്പി. ഞാൻ നോക്കുമ്പോൾ സാപ്പി നിന്ന് ഐസ്ക്രീം തിന്നു. ഈ ഒരു ബോൾ ഐസ്ക്രീം നല്ല രസമുണ്ട് കേട്ടോ. ഞാനും കുറച്ച് തിന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ബോൾ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടീസ്പൂൺ വാങ്ങിച്ചിട്ടുണ്ടാകുന്നില്ല, അതുകൊണ്ട് തന്നെ ടീസ്പൂണൊന്നും ഇറങ്ങാത്ത കാരണം ഇങ്ങനെ കുടയുമ്പോഴാണ് അത് വരുന്നത്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഇട്ട് മിക്സിയിൽ അരച്ചപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോൾഡ് കോഫി. ഫൈനലി നമ്മള് കോൾഡ് കോഫിയിൽ പത വന്നു. സംഭവം എന്താ വെച്ചാല് ഇതിപ്പോ നമ്മുടെ ഉത്തരാളിക്കാരിലുള്ള എല്ലാവർക്കും കുടിക്കാം അത്രയായിട്ട്. 2 പാക്കറ്റ് നമ്മൾ പാലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് അറിയണില്ല എന്താ ചെയ്യാ സാപ്പി. ഇത് ഉണ്ടാക്കിയത് കൂടിപ്പോയി. എന്താ പാത്രം കാണിച്ചെടുത്ത ഇനി ഇത് അടിക്കാതിരിക്കുക. ഇത് നമ്മൾ അടിച്ചത് ഇതിപ്പോ കോൾഡ് ഷെയ്ക്ക് എന്താ മറ്റേ കോഫി ഷെയ്ക്ക് ആയില്ലപ്പോ. കോൾഡ് കോഫി ഷേക്ക് ആയിപ്പോ. നമുക്ക് എന്തായാലും നോക്കാം. അയ്യോ നമ്മൾ കുഞ്ഞന്നെ പ്രത്യേക സാഹചര്യത്തിൽ കരഞ്ഞു പോയ ഗൈസ്. ഇത്രയും കോൾഡ് കോഫി കടയിൽ പോലും ഉണ്ടാക്കണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കൂടി മിക്സിയിൽ അരക്കായിരുന്നു കേട്ടോ. പക്ഷെ കറണ്ട് പോയി. അപ്പോൾ ഇനി എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആ അരച്ച് വെച്ചതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സാപ്പി അപ്പുറത്തുനിന്ന് ഇങ്ങനെ കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐസ്. നമ്മളൊരു ഗ്ലാസ്സിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്ലാസ്സിൽ നമ്മളിതാ ഐസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോൾഡ് കോഫി അരച്ച് വെച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജാറിലുള്ളത് ഒന്നും കൂടി അരയാണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിക്കാത്തത്. ഇപ്പോൾ നമ്മൾ ഒഴിക്കണത് ഒന്നും കൂടിയും അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നൊരു ടീസ്പൂണിൽ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രസമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ വന്നാലും നല്ല രസം ഉണ്ടായിരുന്നു. കുറച്ച് ഐസ്ക്രീം നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതുപോലെ ചെയ്യണതാണ് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്ത് ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കി വെക്കാം. ഇതിങ്ങനെ ഇരിക്കുന്നതോറും അടിയിലേക്ക് ഇങ്ങനെ ആ ഒരു ചായലിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് കറണ്ടും പോയി. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് സമയത്ത് നമ്മുടെ കറണ്ട് പോയിട്ട് അപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കാണിച്ചു കൊടുത്തേ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കോൾഡ് കോഫി ഇരിക്കണത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടമായി. കോഫി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇനി സാപ്പിയുടെ അടുത്ത് കൊടുത്തു നോക്കിയോട്ടെ കേട്ടോ. ഒന്നും കൂടി നമ്മൾ മിക്സിയിൽ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞുമ്മാക്ക് പക്ഷെ എന്തൊരു വശപ്പശക്കില്ലേ എന്തേ? ഓ എങ്ങനെയുണ്ട് ഷായ? ഇപ്പോ 1% എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? അതാണ് പ്രശ്നം. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മള് ബാക്കി വ്ളോഗ് എടുക്കണത്. ഇന്നലെ ആ ഒരു കോൾഡ് കോഫി കുടിച്ചതാണ് ഓർമ്മയുള്ളത്. വല്ലാത്തൊരു കോൾഡ് കോഫി ആയിട്ടോ. നമ്മള് പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്ത് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, നമ്മൾ ആ കോഫി കുടിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇതേനൊക്കെ ഒരു വേദന അവിടെ വന്നു. എന്താ പറയാ, പിന്നെ അവിടെ ഒരു തലവേദനയായി. എനിക്കും സാപ്പിക്കും ഒരു തലയിൽ ഇങ്ങനെ ഒരു ഭാരം കയറ്റി വെച്ച പോലെ കേട്ടോ. നമുക്ക് മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായി ആ കോൾഡ് കോഫിയിൽ.
സാധാരണ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ട് അത് നന്നായിട്ട് പതപ്പിക്കണം, എന്നാലാണ് കോൾഡ് കോഫി. അപ്പോൾ നമ്മൾ ഒരു ലോഡ് കോഫി പൗഡർ എടുത്തിട്ട് അത് പതഞ്ഞൂല്ല. അത് നമ്മൾ ആ ഗ്ലാസ്സിൽ കാണാണ്ടാവും, അതിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരിക്കലും പാടില്ലല്ലോ കോൾഡ് കോഫിയിൽ. അപ്പോൾ കുറച്ചെന്നല്ലല്ലോ നമ്മൾ കുടിച്ച് കയറ്റിയത്, ഭയങ്കരമായിട്ട് അതിൽ കോഫി പൗഡർ ഉണ്ടായിരുന്നു. അതാണ് സംഭവം. അതുകൊണ്ട് ഇതുവരെ കോഫി കുടിച്ചിട്ട് ഒരു തലവേദനയോ കാര്യങ്ങളില്ലാത്ത എനിക്കും സാപ്പിക്കും ഇന്നലെ ഭയങ്കര തലവേദന ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കോൾഡ് കോഫി പരീക്ഷണം പാളിപ്പോയിക്കാണ്. കുഴപ്പമില്ല, നമ്മൾ അടുത്തൊരു പരീക്ഷണമായിട്ട് ഇനിയും വരും. ഇതൊക്കെയാണെങ്കിലും ഒരു രസം. എന്തായാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 10% കൂടിയാണ് റെഡി ആവാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇന്നലെ എനിക്ക് ആ ഒരു തലവേദനയിൽ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ.